ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർ ഫെയറിൽ ഒരു അടിപൊളി മുട്ട പപ്സിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇന്നലത്തെ ബാക്കി പാർട്ടാണ് കേട്ടാ. ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നീളത്തിൽ നോർമലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഇറച്ചിക്കറിക്കെല്ലാം എടുക്കുന്നില്ലേ, ആ ഒരു ടൈപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ 7 മുട്ട പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് മുട്ട പപ്സിൽ വെക്കാനാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, മാഗി ക്യൂബ്, പച്ചമുളക് 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഒരു പഫ് പേസ്ട്രി ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മുന്നേ സ്വിറ്റ്സിൻ്റെ തേനും കിട്ടിയിട്ടുള്ളത്, അതില്ലാത്തതുകൊണ്ട് ഇത് മേടിച്ചതാണ്. പക്ഷേ ഇതും സൂപ്പറാണ്. ഇതിൽ 15 എണ്ണം ഉണ്ട്. സ്വിറ്റ്സിൻ്റെ 10 എണ്ണേനും ഉണ്ടായിട്ടുള്ളൂ. അപ്പം 15 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഗ്യാസുമേൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്. ഇനി വേഗം വാടിക്കിട്ടാൻ വേണ്ടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഒന്നും കൂടി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഞാൻ മൂടി വെക്കുന്നുണ്ട്. ഇനി അതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇനി മസാലപ്പൊടികളിലൊന്ന് ഇട്ട് കൊടുക്കണം. ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു ഉള്ളി മസാല ചപ്പാത്തിക്കും ദോശക്കെല്ലാം സൂപ്പർ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും 1 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മാഗി ക്യൂബ് 1 എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോക്സിൽ 2 ഉണ്ടാവും, പക്ഷെ ഒന്ന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മാഗി ക്യൂബ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടാ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഞാൻ വാട്ടി കൊടുക്കുന്നുണ്ട്. ഒരു ചിക്കൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മാഗി ക്യൂബ് ആഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെയോട് ഇടാൻ മറന്നു പോയതാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടാ. ഈ ഒരു മുട്ട പപ്സ് മസാലക്ക് ഈ ഒരു വാട്ടം പോരാ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി മിക്സ് ആക്കിയിട്ട് കത്രി കൊണ്ട് ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം ചെയ്യുന്നതിൻ്റെ തൊട്ട് തന്നെ അങ്ങ് വാട്ടി കൊടുക്കല്. ഒന്നും കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് നമ്മളെ മസാല ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. എരിവൊന്നും കൂടുതലായിട്ടൊന്നും ഇല്ല. എന്തായാലും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇറച്ചിയും മീനൊന്നും ഇല്ലാത്ത ടൈമിന് ദോശക്കും ചപ്പാത്തിക്കെല്ലാം ഇത് ഉണ്ടാക്കിയെടുത്താൽ അടിപൊളിയായിട്ടുണ്ടാകും. കൂടെ പിന്നെ നിങ്ങളെ മുട്ടയും കൂടി ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് മുട്ട പപ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പഫ് പേസ്ട്രി ഷീറ്റ് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നോമ്പോറുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു മുട്ട പപ്സിൻ്റെ ഷീറ്റ് കിട്ടാൻ വേണ്ടി കുറേ നടന്നു കേട്ടാ. പിന്നെ അവസാനം അജ്മാൻ നെസ്റ്റോ മുഷരീഫ് നെസ്റ്റോ എന്നാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളെ തൊട്ട് താഴെ നെസ്റ്റോയിൽ തീർന്നു പോയിട്ടുണ്ട്. സ്വിറ്റ്സിൻ്റെ ഒരു കമ്പനീൻ്റെ ഷീറ്റും അവിടെ ഇല്ല. പിന്നെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ മസാല വെച്ച് മുട്ട വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കണം. എനിക്ക് ആദ്യം വാങ്ങുമ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കമ്പനിയേനും പിന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്വാണ്ടിറ്റി കൂടുതലും ഉണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞാൽ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല. നമ്മളെ ബേക്കറിയിൽ നിന്നെല്ലാം കിട്ടുന്ന അതേമാതിരി നമുക്ക് മുട്ട പപ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എയർ ഫെയർ ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ ഒരു സാമ്പിൾ പോലെ ഇതിൽ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൺബോക്സിങ് വീഡിയോ ഒന്നും കാണിക്കാത്തത്. കാരണം നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടേനും സ്വിറ്റ്സിൻ്റെ ഷീറ്റ് വെച്ചിട്ട്. നമ്മളെ നാട്ടിലെ MR ബേക്കറിയിൽ നിന്ന് മുട്ട പപ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്ന തരത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെറുതെ പറയുന്നതല്ല, ഹസ്ബൻഡിന് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നോമ്പിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുണ്ടല്ലോ, എയർ ഫെയറിലാക്കുന്നതുകൊണ്ട് തന്നെ നെയ്യൊന്നും നമ്മൾ യൂസ് ചെയ്യാണ്ട് തന്നെ ഉപയോഗിക്കാം. ഓയിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കാം. ഈ മുട്ട പപ്സിൻ്റെ 4 ഭാഗവും നന്നായിട്ട് അത് കവർ ചെയ്ത് ഒട്ടിക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിയിട്ടാണ് കിട്ടും അതാക്കുന്ന ടൈമിന്. അപ്പം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിക്കുന്നുണ്ട്. ഒരൊറ്റ മുട്ട മതി. അത് മുകളിൽ പേസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മുട്ട പപ്സിന് കളർ കിട്ടാൻ വേണ്ടി ഒരു റെഡ് പോലെ കളർ കിട്ടുന്നില്ലേ, അത് ഈ മുട്ട ഒന്ന് പേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മളെ ന്യൂ മെമ്പർ. എൻ്റെ കിച്ചണിലെ മെയിൻ ആയിട്ടുള്ള ഒരു മെമ്പറാണ് ഇപ്പോൾ ഇത്. ഞാൻ മാനുവലാണ് എടുത്തിട്ടുള്ളത്, ഓട്ടോമാറ്റിക് എടുത്തിട്ടില്ല. മാനുവലാവാൻ നമുക്ക് ടൈമർ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് അത് ഓഫാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാനിത് വാങ്ങുന്ന വീഡിയോയും ഇത് ഷോപ്പ് ചെയ്യുന്നതെല്ലാം ഇതിൽ മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കുന്നത്. ഈ ഒരു എയർ ഫെയറിൻ്റെ അടിയിലത്തെ ബോക്സിൽ ഞാൻ മുട്ട പപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ച ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇത് നമുക്ക് എടുക്കാനെല്ലാം പറ്റും. ഇത് ക്ലീൻ ആക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി മുട്ട ഞാൻ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടിഭാഗം കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുട്ട പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു മുട്ട പപ്സ് ഉണ്ടാക്കുന്ന ഷീറ്റ് കൊണ്ട് കുറേ വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഇൻഷാല്ലാ ഞാൻ ഇനിയുള്ള വീഡിയോസിലെല്ലാം ഇടുന്നതായിരിക്കും. അങ്ങനെ എല്ലാ മുട്ട പപ്സിൻ്റെ മുകളിലും ഞാൻ
മുട്ട പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നോലും ഇതിനെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിയോലെല്ലാം ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ സ്വിച്ച് ഇട്ടിട്ട് 200 ഡിഗ്രിയിൽ ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട് ടൈമർ. അതിനുശേഷം 10 മിനിറ്റ് ഞാൻ ഇപ്പം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും ചെയ്യട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആദ്യം ഞാൻ 150 വെച്ചിട്ടുള്ളത്, പിന്നെ ഞാൻ കുറേ ടൈം വെക്കേണ്ടി വരുന്നുണ്ട്. അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നൊന്നുമില്ല. പിന്നെയാണ് ഞാൻ 200 ഡിഗ്രിയിൽ വെച്ചിട്ടുള്ളത്. കണ്ട, ഈ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല ബ്രൗൺ കളറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആയത്ത ഭാഗം കൂടിയും ഇതുപോലെ ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അത് ആയിട്ടില്ല. അപ്പം ആ ഒരു ഭാഗത്ത് ഞാൻ മുട്ട ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 10 മിനിറ്റ് ചെയ്താൽ കറക്റ്റ് 20 മിനിറ്റിൽ നമുക്ക് 5 മുട്ട പപ്സാണ് ഞാൻ ഇതിലാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഉണ്ടല്ലോ ഈ ഒരു എയർ ഫെയർ ഓണാക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു സാധനമാണല്ലോ. ഒരു സ്മെല്ലെല്ലാം ഉണ്ടായിരുന്നു, കത്തിയ പോലത്തെ സ്മെല്ലെല്ലാം. പിന്നെ ഞാൻ പേടിച്ചിട്ട് അത് ഓഫ് ചെയ്ത് അത് തിരിച്ചു കൊടുക്കാൻ കംപ്ലൈൻറ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം അവിടെ നിന്നു. എന്നിട്ട് നോക്കിയപ്പം ആയി വരുന്ന കണ്ടു. അങ്ങനെയാണ് പിന്നെ ധൈര്യം വന്നത്. എന്തും നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ മുട്ട പപ്സ് ഇതാ 2 സൈഡിലും നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. കറക്റ്റ് ബേക്കറി കിട്ടുന്ന പോലെ തന്നെ ഇല്ലേ? നിങ്ങൾ പറ, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കഴിക്കാനും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, വെറുതെ പറയുന്നതല്ല. മസാല എല്ലാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നോമ്പായോണ്ട് ഉപ്പൊന്നും അങ്ങനെ നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നോമ്പ് തുറേണ്ട സമയത്ത് കഴിക്കുമ്പം അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷാർജയിലുള്ള ഒരു പാർക്കിൽ വെച്ചിട്ടാണ് നോമ്പ് തുറന്നിട്ടുള്ളത്. ഫാമിലി മാത്രമാണ്. ഞാൻ ചെമ്മീൻ ഇടിയപ്പോൾ മുട്ട പപ്സാണ്, ഏട്ടൻ്റെ വൈഫ് തേങ്ങാമുറിയും അതായത് എഗ്ഗ് കബാബും പിന്നെ കിളിക്കൂട് സേമിയം കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. കിളിക്കൂട് വേറൊരു വേർഷനാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഇവിടെ. പിന്നെ മന്തി ഉണ്ട്, അതുപോലെ ജ്യൂസും നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ ജ്യൂസ്, അതായത് അവക്കാഡോ ജ്യൂസ്. ഷേക്ക് എന്ന് പറയാത്തത്, ഇത് കുറച്ച് ലൂസിലാണ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എഗ്ഗ് കബാബിൻ്റെ റെസിപ്പി എൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ, കാണാത്തവരുണ്ട് ഒന്ന് കണ്ടാൽ മതി. ഇതിൽ മുന്നേ ഞാൻ ഇട്ടതാണ്. ഇതെല്ലാം ഒരുമിച്ച് റമദാൻ റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റിലുണ്ടാവും, അതിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.